അപ്പോൾ കുറേ വീഡിയോയിൽ പ്രോട്ടീൻ എത്ര കഴിക്കണം, പ്രോട്ടീൻ ഇൻടേക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും. പക്ഷേ ഫൈബർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈബർ ഒരാൾ എത്ര കഴിക്കണം എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ത്യയിൽ 80 മുതൽ 85% ആൾക്കാർ ഒരു 10 മുതൽ 15 ഗ്രാം ഫൈബർ മാത്രമാണ് ഒരു ദിവസം ഇൻടേക്ക് ചെയ്യുന്നത്. ആവറേജ് അഡൽട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീ 25 ഗ്രാം വരെയും പുരുഷന്മാർ 30-38 ഗ്രാം ഫൈബർ എങ്കിലും ഒരു ദിവസം ഇൻടേക്ക് ചെയ്യണം. നമുക്ക് എത്ര ഗ്രാം ഫൈബർ കഴിക്കാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം? ഈ ഫൈബർ ഇൻടേക്ക് കുറയുമ്പോൾ ശരിക്കും മലബന്ധം അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, അതുപോലെ തന്നെ വിശപ്പ് ആവശ്യമില്ലാതെ കൂടും, പിന്നെ നമ്മളെ ഗട്ടിൻ്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയും. അപ്പോൾ പ്രോട്ടീന് നമ്മുടെ മസിലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണോ അതുപോലെ തന്നെ ഗട്ടിൻ്റെ മെയിൻ സാധനമാണ് ഈ ഫൈബർ എന്ന് പറയുന്നത്. ഈ ഫൈബർ ഇല്ലാതെ അല്ലെങ്കിൽ ഗട്ടിൻ്റെ ഹെൽത്ത് നന്നാവാതെ നമ്മൾ കുറേ പ്രോട്ടീൻ കഴിച്ചിട്ട് അത് ബോഡി അബ്സോർബ് ചെയ്യാൻ വേണ്ടേ? സോ തിങ്ക് വൈസ്ലി.